ET മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ വാങ്ങിയ ഓഹരികൾ പെട്ടെന്ന് ഇടിയുന്നു. വാർത്തകളിൽ വൻ തകർച്ചയെന്ന് കേൾക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? പേടിച്ച് വിറ്റൊഴിവാക്കുമോ അതോ കൂടുതൽ വാങ്ങുമോ? വിപണിയിൽ ഇപ്പോൾ എത്രത്തോളം പേടിയുണ്ടെന്ന് കൃത്യമായി അളക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് ഇന്ത്യ വിക്സ്. നിങ്ങളുടെ BP നോക്കുന്നത് പോലെ വിപണിയുടെ BP നോക്കാൻ പഠിച്ചാൽ തകർച്ചകളിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടില്ല, പകരം ലാഭം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഈ വിക്സ് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇതിനെ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്നാണ് വിളിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിപണിയിൽ എത്രത്തോളം ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ സൂചനയാണിത്. നിഫ്റ്റിയിലെ ഓപ്ഷൻ പ്രീമിയങ്ങൾ കണക്കാക്കിയാണ് NSE ഈ കണക്ക് പുറത്തുവിടുന്നത്. വിപണിയിൽ വലിയൊരു വീഴ്ച വരുമെന്ന് ആളുകൾ പേടിക്കുമ്പോൾ അവർ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ ഓപ്ഷനുകൾ വാങ്ങിക്കൂട്ടും. അപ്പോൾ ഈ വിക്സ് മുകളിലേക്ക് കയറും. സാധാരണയായി വിക്സും നിഫ്റ്റിയും തമ്മിൽ ഒരു വിപരീത ബന്ധമാണുള്ളത്. അതായത് വിക്സ് കൂടുമ്പോൾ നിഫ്റ്റി താഴേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. വിക്സ് താഴേക്ക് വരുമ്പോൾ വിപണി ശാന്തമാകുകയും നിഫ്റ്റി പതുക്കെ മുകളിലേക്ക് കയറുകയും ചെയ്യും. ഇതൊരു നിയമമല്ലെങ്കിലും ഭൂരിഭാഗം സമയത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇനി നമുക്ക് ഒരു കണക്ക് നോക്കാം. വിക്സ് 15-ന് താഴെയാണെങ്കിൽ വിപണി വളരെ ശാന്തമാണെന്ന് പറയാം. വലിയ പേടിയൊന്നുമില്ലാതെ നമുക്ക് ഓഹരികൾ വാങ്ങാം. എന്നാൽ വിക്സ് 15 മുതൽ 25 വരെ എത്തുകയാണെങ്കിൽ വിപണിയിൽ ചെറിയ പരിഭ്രാന്തി ഉണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 17-ന് മുകളിലാണ്. അതായത് വിപണിയിൽ ഒരു നെർവസ് ഫീലിംഗ്സ് ഉണ്ട്. ഇനി ഇത് 25 മുകളിലേക്ക് പോയാലോ? അതൊരു വലിയൊരു അപകട സൂചനയാണ്. വിപണിയിൽ വലിയൊരു തകർച്ചയ്ക്കുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. 2026 ജനുവരി മുതൽ നമ്മൾ കാണുന്നത് വിക്സിലെ ഈ വർധനമാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും കാരണം നിക്ഷേപകർ കുറച്ച് ആശങ്കയിലാണ്. അതുകൊണ്ടാണ് വിക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 25% വർദ്ധിച്ചത്. ഒരു സാധാരണ നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം? വിക്സ് ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴെ വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം വിപണിയിൽ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസുകൾ പെട്ടെന്ന് ഹിറ്റാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിക്സ് വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് വലിയ തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കാതെ കുറച്ചായി വാങ്ങുന്നതാണ് ബുദ്ധി. വിക്സ് താഴേക്ക് വരാൻ തുടങ്ങുന്നത് വിപണി തിരിച്ചു കയറുന്നതിന്റെ ആദ്യ സൂചനയായി കാണാം. അതുകൊണ്ട് ഓഹരി വിലകൾ മാത്രം നോക്കാതെ ഇടയ്ക്ക് ഈ വിക്സ് കൂടി നോക്കുന്നത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ഇന്ത്യ വിക്സിന്റെ ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. വിപണിയിലെ റിസ്ക് മനസ്സിലാക്കാമെന്നത് തന്നെയാണ് ഇതിലാദ്യം. വിപണിയിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യ വിക്സ് സഹായിക്കുന്നു. ഓപ്ഷൻ പ്രീമിയങ്ങൾ നിശ്ചയിക്കുന്നതിൽ വിക്സ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിക്സ് കൂടുമ്പോൾ ഓപ്ഷൻ പ്രീമിയവും കൂടും. ഇത് ഓപ്ഷൻ സെല്ലർമാർക്ക് നല്ല അവസരം നൽകുന്നുണ്ട്. വിപണി ഇടിയാൻ പോകുന്നുവെന്ന് വിക്സ് നോക്കി മനസ്സിലാക്കിയാൽ നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ വിൽക്കുകയോ ഹെഡ്ജിംഗ് വഴി നഷ്ടം കുറയ്ക്കുകയോ ചെയ്യാം. വിപണിയിൽ നിക്ഷേപകർ എത്രത്തോളം ആശങ്കാകുലരാണെന്ന് ഇത് കൃത്യമായി കാണിച്ചു തരുന്നു. വിക്സ് കുറവാണെങ്കിൽ നിക്ഷേപകർ ആത്മവിശ്വാസത്തിലാണെന്നാണ് അർത്ഥം. എന്നാൽ വിപണി എത്രത്തോളം ചാഞ്ചാടുമെന്ന് മാത്രമേ വിക്സ് പറയൂ. വിപണി മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് കൃത്യമായി പറയില്ല. ഇത് അടുത്ത 30 ദിവസത്തെ കണക്കുകൂട്ടൽ മാത്രമാണ് നൽകുന്നത്. ദീർഘകാല നിക്ഷേപകർക്ക് ഇത് അത്ര വലിയ ഗുണം ചെയ്യില്ല. ചിലപ്പോൾ ചെറിയ വാർത്തകൾ പോലും വിക്സ് പെട്ടെന്ന് ഉയരാൻ കാരണമാകും. ഇത് കണ്ട് പരിഭ്രാന്തരായി നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ വാങ്ങുന്നവർക്ക് വിക്സ് ഉയരുന്നത് തിരിച്ചടിയാണ്. കാരണം പ്രീമിയം തുക വളരെ കൂടുതലായിരിക്കും. ഇത് ലാഭസാധ്യത കുറയ്ക്കുന്നു. ഇന്ത്യ വിക്സ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാമെന്ന് നോക്കാം. വിക്സ് കുറവായിരിക്കുമ്പോൾ ഓപ്ഷൻ ട്രേഡിംഗിൽ പ്രീമിയങ്ങൾ വളരെ കുറവായിരിക്കും. ഈ സമയത്ത് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം മാർക്കറ്റ് ഒന്നനങ്ങിയാൽ പ്രീമിയം പെട്ടെന്ന് വർദ്ധിക്കും. വിക്സ് കൂടുതലായിരിക്കുമ്പോൾ ഓപ്ഷൻ പ്രീമിയങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഈ സമയത്ത് ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നതാണ് കൂടുതൽ ലാഭകരം. കാരണം വിപണിയിലെ ഭയം കുറയുമ്പോൾ പ്രീമിയം തുക വേഗത്തിൽ താഴോട്ട് വരും. വിക്സ് ഉപയോഗിച്ച് നിഫ്റ്റി അടുത്ത 1 മാസത്തിനുള്ളിൽ എത്ര പോയിന്റ് വരെ മാറിയേക്കാമെന്ന് കണക്കാക്കാവുന്നതാണ്. ഇതിനായി ലളിതമായൊരു ഫോർമുലയുണ്ട്. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നിഫ്റ്റി 22,000-ലും വിക്സ് 15-ലുമാണെങ്കിൽ ഇതിനെ മാസാടിസ്ഥാനത്തിലോ ആഴ്ചാടിസ്ഥാനത്തിലോ മാറ്റി നോക്കിയാൽ വിപണി എത്രത്തോളം താഴോട്ടോ മുകളിലോട്ടോ പോകാമെന്ന് നമുക്ക് ഏകദേശ ധാരണ ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകൾ: വിക്സ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നത് റിസ്ക് ആണ്. പ്രൈസ് ആക്ഷൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നിവയോടൊപ്പം വിക്സ് ഒരു അധിക ഉറപ്പിനായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യ വിക്സ് ഉയരാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഹെഡ്ജിംഗ് ചെയ്യാൻ വിക്സ് ഉപയോഗിക്കാവുന്നതാണ്.
ലളിതമായി പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോൾ കുട പിടിക്കുന്നത് പോലെയാണ് വിപണിയിലെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെഡ്ജിംഗ് ഉപയോഗിക്കുന്നത്. വിക്സ് കുറവായിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് 12 to 14 റേഞ്ചിലായിരിക്കുമ്പോൾ വിപണിയിൽ യുദ്ധവാർത്ത വന്നാൽ വിക്സ് കുതിച്ചുയരും. വിപണി ഇടിയുമെന്ന് തോന്നുമ്പോൾ നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് വാങ്ങുക. വിപണി താഴേക്ക് പോകുമ്പോൾ പുട്ട് ഓപ്ഷന്റെ വില കൂടും. നിങ്ങളുടെ ഓഹരികൾക്കുണ്ടാകുന്ന നഷ്ടം ഈ പുട്ട് ഓപ്ഷനിൽ നിന്നുള്ള ലാഭം കൊണ്ട് നികത്താവുന്നതാണ്. വിക്സ് കൂടുമ്പോൾ ഓപ്ഷൻ പ്രീമിയം വേഗത്തിൽ കൂടുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും. സാധാരണയായി വിപണി താഴേക്ക് പോകുമ്പോൾ വിക്സ് മുകളിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ വിക്സ് നേരിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയില്ലെങ്കിലും വിപണിയിലെ ഭയം കൂടുമ്പോൾ സേഫ് ഹെവൻ അസറ്റുകളായ സ്വർണം പോലുള്ളവയെ നിക്ഷേപിക്കുന്നത് ഒരുതരം ഹെഡ്ജിംഗ് ആണ്. യുദ്ധസമയത്ത് വിക്സ് കൂടുമ്പോൾ നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് പണമെടുത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ വിക്സ് ഇതിനകം തന്നെ വളരെ ഉയരത്തിലാണെങ്കിൽ, ഉദാഹരണത്തിന് 25 to 30 റേഞ്ചിലാണെങ്കിൽ ഹെഡ്ജിങ്ങിനായി പുതിയ ഓപ്ഷനുകൾ വാങ്ങുന്നത് വലിയ നഷ്ടമുണ്ടാക്കാം. കാരണം പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഈ സമയത്ത് ക്രെഡിറ്റ് സ്പ്രെഡ്സ് പോലെയുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. യുദ്ധഭീതി മാറി വിക്സ് താഴേക്ക് വരുമ്പോൾ ഓപ്ഷൻ പ്രീമിയങ്ങൾ വേഗത്തിൽ കുറയും. ഇത് സെല്ലർമാർക്ക് ലാഭം നൽകും. എങ്കിലും ഹെഡ്ജിംഗ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്ന്, വിക്സ് നിലവാരം നോക്കുക എന്നതാണ്. വിക്സ് 20-ന് മുകളിലാണെങ്കിൽ ഹെഡ്ജിംഗ് ചെയ്യാൻ ഓപ്ഷനുകൾ വാങ്ങുന്നത് ചെലവേറിയതാണ്. സമയപരിധി അഥവാ എക്സ്പയറി ആണ് അടുത്തത്. യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ച് വേണം അടുത്ത മാസത്തെയാണോ അതോ ഈ മാസത്തെയാണോ ഓപ്ഷനുകൾ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഹെഡ്ജിംഗ് എന്നത് ലാഭം ഉണ്ടാക്കാനല്ല, മറിച്ച് നഷ്ടം കുറയ്ക്കാനാണെന്ന് മനസ്സിലാക്കുക. ഇക്കാര്യം ഒരിക്കലും മറക്കരുത്. ഉദാഹരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ഓഹരികൾ ഉണ്ടെന്ന് കരുതുക. യുദ്ധം കാരണം വിപണി 10% ഇടിയുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ കുറഞ്ഞ പ്രീമിയത്തിൽ നിഫ്റ്റി പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു. വിപണി 10% ഇടിഞ്ഞാൽ ഓഹരികളിൽ 1 ലക്ഷം രൂപ നഷ്ടം വരും. പക്ഷെ വിക്സ് ഉയരുന്നത് കൊണ്ടും വിപണി താഴുന്നത് കൊണ്ടും നിങ്ങളുടെ പുട്ട് ഓപ്ഷൻ ഏകദേശം 80,000 മുതൽ 90,000 രൂപ വരെ ലാഭം തരും. ഫലത്തിൽ നിങ്ങളുടെ മൊത്തം നഷ്ടം വെറും 10,000 രൂപയായി കുറയുന്നു. ചുരുക്കത്തിൽ ഓഹരി വിലകൾ മാത്രം നോക്കാതെ ഇടയ്ക്ക് ഈ ഇന്ത്യ വിക്സ് കൂടി ഒന്ന് നോക്കുന്നത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. വിപണിയിലെ പേടിയെ പേടിക്കാതെ അതിനെ ഒരു അവസരമായി കാണാൻ പഠിക്കുക എന്നതാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്ററുടെ രീതി.